ഹായ് നമസ്കാരം. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എഴുത്. 1917 വാഗ്ബടാനന്ദൻ ആത്മവിദ്യാസംഘം ആരംഭിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ ആശയങ്ങളെ കുറിച്ച് വിവരിക്കുന്ന കൃതിയാണ് സ്വതന്ത്ര ചിന്താമണി. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകമാണ് ഏതാണ്? അഭിനവ കേരളം എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഏതാണ്? ആത്മവിദ്യയാണ് ട്ടോ. ദെൻ 1921 കോഴിക്കോട് നിന്നും അഭിനവ കേരളം പ്രസിദ്ധീകരണം ആരംഭിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശവും വാരികയാണ് ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നു. ക്ലിയർ ആയോ? ഓപ്ഷൻ ഡി വരും. 1, 2, 4, 5 മാത്രമാണ് ശരി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എവിടെയാ വാഗ്ബടാനന്ദൻ ജനിച്ചത്? എവിടെയാണ്? പാട്യം, കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് വാഗ്ബടാനന്ദൻ ജനിച്ചത് എന്നും കൂടി മനസ്സിലാക്കി. VK ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നറിയപ്പെടുന്ന ആരാണ്? വാഗ്ബടാനന്ദനാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ. വാഗ്ബടാനന്ദന്റെ ഗുരു ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ് ഗുരു? ബ്രഹ്മാനന്ദ ശിവയോഗിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മലബാറിലെ ശ്രീനാരായണ ഗുരു ആരാണ്? മലബാറിലെ ശ്രീനാരായണ, അത് വാഗ്ബടാനന്ദനാണ് ട്ടോ. അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതും വിശേഷണങ്ങളും ചേരുംപടി ചേർക്കുക. നമ്മൾ എപ്പോഴേ പറഞ്ഞു അല്ലെ, ഒരു ക്വസ്റ്റ്യൻ കയറി വന്നാണ്. ഏതാണ്? ഒന്നും കൂടി അറിഞ്ഞിരിക്കുക. ഏതാണ്? ഓപ്ഷൻ പുലിരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണെന്ന് നമുക്കറിയാം. ദെൻ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്. ഓപ്ഷൻ എ ആണ്. ദെൻ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ്? യജമാനൻ എന്ന മാസിക ആരംഭിച്ചു. ഓക്കെ ആണോ? തെറ്റാണ് അല്ലെ. ഏതാണ്? യജമാനൻ മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ് ട്ടോ. ഓക്കെ. വേലക്കാരനാണ് സഹോദരൻ അയ്യപ്പൻ. വേലക്കാരനാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് മനസ്സിലാക്കുക. ദെൻ കർമ്മത്താൽ ചണ്ടാലൻ, കർമ്മത്താൽ ബ്രാഹ്മണൻ ഇപ്രകാരം അറിയപ്പെട്ടത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ദെൻ കേരള ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശരിയാണ്. ശ്രീനാരായണ സേവിക സമാജം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? അതും ശരിയാണ്. അപ്പൊ ഏത് മാത്രമാണ് തെറ്റായത്? ഓപ്ഷൻ എ മാത്രമാണ് തെറ്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? BT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഏതാണ്? നമ്പൂതിരി സമുദായത്തിൽ അംഗമായ നവോത്ഥാന നായകൻ എന്ന് പറയുന്നു. വളരെ ശരിയാണ് അല്ലെ. ഏതാണ്? ശരിയാണ്. പിന്നെന്താണ്? ബ്രാഹ്മണ സമുദായത്തെ മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തി എന്ന് പറയുന്നു. ശരിയാണ്. 1929 നമ്പൂതിരി യുവജന സംഘം ആരംഭിച്ചു എന്ന് പറയുന്നു. ആണോ? തെറ്റല്ലേ. ഏത് വർഷമാണ്? 1919 ക്ലിയർ ആണോ? 1921 ഒറ്റപ്പാലത്ത് വെച്ച KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ വളണ്ടിയർ ആയിരുന്നു. അത് ശരിയാണ്. അപ്പൊ എന്താ ചോദിച്ചത്? തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവന ചോദിച്ചു. ഏതാ ചോദിച്ചിങ്ങനെ? അല്ലാത്തതാണല്ലേ. ഓക്കെ. അല്ലാത്തതാണെങ്കിൽ ഏതാണ് ആൻസർ വരിക? ബി മാത്രമാണ് അല്ലാത്തത് കേട്ടോ. തെറ്റല്ലാത്തത്. ഓക്കെ. ക്ലിയർ ആണ്. തെറ്റല്ലാത്തത് 1, 2, 4 ബി അല്ലേ ആൻസർ? ഓക്കെ. ക്ലിയർ ആണോ? ബി അല്ലേ? തെറ്റല്ലാത്തതാണ് അല്ലെ. അപ്പൊ 1, 2, 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചുവടെ തന്നിരിക്കുന്നതിൽ യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതാണ്. വെള്ളുത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ എന്നാണ് ഭട്ടതിരിപ്പാടിന്റെ മുഴുവൻ പേരിട്ട്. അന്ന് ഓർത്തു വെക്കുക.
അതുപോലെ നമ്പൂതിരി യുവജന സംഘത്തിന് മുഖപത്രമാണ് ഏത്? ഉണ്ണി നമ്പൂതിരി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാണ്? 1908 ജനുവരി 31 ആലുവയിൽ സ്ഥാപിതമായത്. എന്താണ്? ഇത് ക്ലിയർ ആണ്. Then എന്താണ്? യോഗക്ഷേമ സഭയുടെ ആദ്യ പ്രസിഡന്റ് ആണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നു. ശരിയാണോ? അല്ല. എന്താണ്? ആരാണ്? ദേശമംഗലം ശമ്പൂതിരി അല്ലെ? ദേശമംഗലം നമ്പൂതിരി. ദേശമംഗലം എന്താ പേര് വരാൻ മറന്നു? എന്താ മക്കളെ? ദേശമംഗലം ശങ്കരൻ നമ്പൂരി അല്ലെ? ശങ്കരൻ നമ്പൂരി. ഓക്കെ, ക്ലിയർ ആണോ? ആപ്തവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കാതെ ക്ലിയർ ആണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണ്? മംഗളോദയം എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? രജനി രംഗവും അതുപോലെ തന്നെ ഏതാണ്? കിനാവും കണ്ണീരും അല്ലെ? കണ്ണീരും കിനാവൊക്കെ ആരുടെയാണ്? BT-യുമായി ബന്ധപ്പെട്ടതാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതാണ് ശരി? ഏതാണ്? ഓപ്ഷൻ തെറ്റ്. ബി മാത്രമാണ് തെറ്റ്. ബി മാത്രമാണ് തെറ്റ്. ചേരുംപടി ചേർക്കുക. മറക്കുടിക്കുള്ള മഹാനഗരം ആരെയാണ്? ആരെയാ മക്കളെ? മുല്ലമംഗത്ത് രാമൻ ഭട്ടതിരിപ്പാട്. ഓക്കെ, ക്ലിയർ ആണോ? അടുക്കളയിൽ നിന്ന് മരകത്തേക്ക് BT ഭട്ടതിരിപ്പാട്. ഋതുമതി MP ഭട്ടതിരിപ്പാട്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഏത് ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ആണ് വരിക. ബഹുമത സമൂഹം എന്ന ആശയം മുന്നോട്ട് വെച്ച് നവോത്ഥാന നായകൻ ആരാണ്? ആരാണ്? ഓപ്ഷൻ സി BT ഭട്ടതിരിപ്പാട്. ആരാണ്? ഓപ്ഷൻ സി BT ഭട്ടതിരിപ്പാടിന്റെ കൃതികൾ അല്ലാത്തത് ഏത്? രജനീരകം കവിതാ സമാഹാരമാണ്. ശരിയാണ്. കിനാവും കണ്ണീരും എന്താണ്? ആത്മകഥയാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലാത്തത്. ക്ലിയർ ആയോ? VT-യുടെ അടുക്കളയിൽ നിന്നും മരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച വർഷം ഏതാണ്? അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് മക്കളെ വർഷം? ഏതാണ്? 1929 അല്ലെ? ഇടക്കുന്നിൽ തൃശ്ശൂരിൽ വെച്ചായിരുന്നു കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുപോലെ നാടകം ആദ്യമായിട്ട് ഉണ്ണി നമ്പൂരി മാസികയിൽ പ്രസിദ്ധീകരിച്ച് 20-ലാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 31 യാചന യാത്രയുമായി ബന്ധപ്പെട്ടത്. 37 എന്താണ്? വിധവ പുനർവിവാഹം ആദ്യമായി സംഘടിപ്പിച്ചത്. ക്ലിയർ ആണോ? ചുവടെ തന്നിരിക്കുന്നതിൽ യാചനാ യാത്രയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? VT-യുടെ നേതൃത്വത്തിൽ കേരള ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠനത്തിനായി തുക സമാഹരിക്കാൻ നടത്തിയ കാൽനട പ്രചാരണ യാത്രയാണ് എന്ത്? യാചനാ യാത്ര എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ് അല്ലെ? യാചനാ യാത്ര നടന്ന വർഷം 1931 എന്ന് പറയുന്നു. ക്ലിയർ ആണോ? 1931 ശരിയാണ്. ഏപ്രിൽ 26 അത് ശരിയാണ്. 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് അല്ലെ നിന്ന് ചെമ്പഴന്തി വരെ യാചനാ യാത്ര നയിച്ചത് ആരാണ്? VT ആണെന്നും കൂടി പറയുന്നു. യാചനാ യാത്ര ഇത് തെറ്റല്ലേ? തെറ്റല്ലേ? യാചനാ യാത്ര 7 ദിവസം നീണ്ടു നിന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഇത് എന്തുകൊണ്ടാ തെറ്റിയത്? 1968 മിശ്രവിവാഹ പ്രചരണത്തിനായി കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ എന്ത്? സാമൂഹ്യ പരിഷ്കരണ ജാഥയാണ് നയിച്ചത്. ഏതാണ്? സാമൂഹ്യ പരിഷ്കരണ ജാഥയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓപ്ഷൻ ഏതൊക്കെയാ ശരി? 1, 2, 4 മാത്രമാണ് ശരി. ചേരുംപടി ചേർക്കുക. പെട്ടെന്ന് നോക്കി ആൻസർ ചെയ്താ വരിക.
1921 അല്ലെ, മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. 1 ബി ആണ്. 1924 എന്ത് സംഭവിച്ചു? മാർച്ച് 30 അല്ലേ സവർണ ജാഥ, മാർച്ച് 30. Then 1931 അല്ലെ, നവംബർ 1 മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാർ കമ്മിറ്റി പ്രസിഡന്റ് ആയത്. Then 1947 മുതുകുളം അല്ലെ. മെയ് എപ്പോഴാണ്? മെയ് 25 ആണോ? മെയ് എപ്പോഴാണ്? മെയ് 25 തന്നെ. ക്ലിയർ ആയോ? അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി ആണ്, എ ആണ് വരിക. ഓപ്ഷൻ ഏതാണ്? എ ആണ് വരിക. നിങ്ങൾക്ക് നല്ലൊരു പരീക്ഷയുമാണ്, അതുപോലെ നല്ലൊരു റിവിഷൻ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യന് സ്റ്റാൻഡേർഡ് കുറവ് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യന് 25 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. എന്തെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗം സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇട്ട് തരുന്നുണ്ട്. ക്ലിയർ ആയോ? നമ്മൾ ഏത് കാര്യം തരുമ്പോഴും അതിന് സിൻസിയറോടുകൂടി തരിക, അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ. ദെൻ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച വർഷം എപ്പോഴാണ്? 1950. എപ്പോഴാണ്? 1950. ഓക്കെ ആണോ? അതുപോലെ 1949 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ്. ക്ലിയർ ആണോ? മന്നത്ത് പത്മനാഭൻ കേരളത്തിന്റെ മദൻ മോഹൻ വാളവിയ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഞാൻ അപ്പഴേ പറഞ്ഞു, ആരാണ്? ഓപ്ഷൻ ബി ആണ്, സർദാർ KM പണിക്കർ അല്ലെ. ക്ലിയർ ആണോ? മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് ചോദിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ ആത്മകഥ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ജീവിത സ്മരണകൾ. ഓക്കെ ആണോ? ജനനം നമുക്ക് എവിടെയാണെന്ന് അറിയാം, പെരുന്നയാണെന്ന് അറിയാം. INC-യിൽ ചോദിച്ചു വന്ന വർഷമാണ് 1947 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ ഓപ്ഷൻ, അതായത് രണ്ടാമത്തെ ബാലകൃഷ്ണനും ലീലാദേവിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അവർ രണ്ടുപേരും ചേർന്ന് എഴുതിയതാണെന്ന് കൂടി മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ PSC ചോദിച്ചാണ് മക്കളെ. Then ആരാണ് ബാലസമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ. എവിടെയായിരുന്നു? വൈക്കമാണ്. എവിടെയാണ്? വൈക്കമാണ്. Then താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായത് ചേരുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത്. ഏതാണ് നോക്കിയേ, ഞാൻ അതിന്റെ ഓപ്ഷൻ പോലും മാറ്റിയില്ല. ഞാൻ ഓപ്ഷൻ ഇടുകയാണ്, ഇങ്ങനെയല്ല ഇടുക. ഇത് 2 പ്രാവശ്യം ചോദിച്ച ചോദ്യമാണിത്. ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് ചോദ്യം. ശരിയായത് ഇതിൽ വന്നിട്ട് 1, 2, 3 ശരിയാണ്. ഏതാണ്? 1 ഓപ്ഷൻ ബി ആണ് വരിക. 1, 2, 3 ഇതിൽ ശരിയാണ്. 1, 2, 3 ശരിയാണ്. അതായത് KP വള്ളോണ്ടിയാണ് പുലിയ മഹാസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ മാത്രം ഓപ്ഷൻ ഇത് തന്നെ കറക്റ്റ്. ഓപ്ഷൻ 1, 2, 3 തന്നെയാണ് ശരി. ക്ലിയർ ആണോ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? നമ്മൾ അപ്പോഴേ കുറെ ഡിസ്കസ് ചെയ്തു. ഏതാണ് ആൻസർ വരിക? സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചു എന്ന് പറയുന്നു, അത് ശരിയാണ് അല്ലെ. കേരളത്തിലെ മുസ്ലിം സാമൂഹ്യ പരിഷ്കർത്താവ് ശരിയാണ്. നേതാജി സുഭാഷ് ചന്ദ്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിച്ചു, അത് തെറ്റാണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചു എന്ന് പറയുന്നു, അത് വളരെ ശരിയാണ്. ഇവിടെ എന്താണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് പറഞ്ഞേ. ഏതാണ്? കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നു, നമ്മൾ അവിടെ പറഞ്ഞു, വളരെ ശരിയാണ്. കേരള സാഹിത്യ അക്കാദമിയിൽ 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു, അതും ശരിയാണ്. നായർ തറവാടുകളുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, അത് തെറ്റാണ്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ വഴിയിൽ പെട്ടത്, അത് ക്ലിയർ ആണ്. അപ്പൊ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി മാത്രമാണ് ശരിയല്ലാത്തത്.
Then വിമോചന സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് എന്ത്? വിമോചന സമരം എന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. then 1959 ജൂൺ മാസം 12-ാം തീയതിയാണ് വിമോചന സമരം ആരംഭിച്ചത് എന്ന് പറയുന്നു. then ദളിത് വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രക്ഷോഭമാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. then വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംഭവമാണ് ഏതാണ്? ചെറിയ തുറ വെടിവെപ്പ്. അത് വളരെ കറക്റ്റ് ആണ്. ഏത് മാത്രമാണ് തെറ്റ്? സി മാത്രമാണ് ബന്ധമില്ലാത്ത എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? വിമോചന സമരം എന്ന വാക്ക് ആരാണ് നിർദ്ദേശിച്ചത്? ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോനാണെന്ന് കൂടി ഓർത്തിരിക്കുക. EMS മന്ത്രിസഭയിലെ അതിനെ പുറത്താക്കുന്നതിന് മന്നത്ത് പത്മനാഭൻ നടന്ന ഒരു സമരമാണ് ഏത്? ഈ വിമോചന സമരം കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അപ്പൊ എപ്പോഴാണ് മന്ത്രിസഭ പിരിച്ചുവിട്ടത്? 1959 അല്ലെ, 59 ജൂലൈ 31 കേട്ടോ. ജൂലൈ 31 കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? അതുപോലെ മന്നത്ത് പത്മനാഭന്റെ ജീവശിഖ യാത്ര നടത്തി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. then 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരാണ്? ആരാണ്? അത് മന്നത്ത് പത്മനാഭൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. then ചുവടെ തന്നിരിക്കുന്നത് മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട കാലഘട്ടക്രമത്തിൽ എഴുതുക. ഓർഡർ ആയിട്ട് ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് ഇപ്പൊ എപ്പോഴും PSC ഇപ്പോൾ ട്രെൻഡിങ് ആണ് അല്ലെ. ഓർഡർ ആയിട്ട് എഴുതുക, വർഷങ്ങൾ തരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നമ്മളും അതുപോലെ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ഏതാണ്? ഇങ്ങനെ ചോദിച്ചാൽ പെടും. ഇതൊക്കെ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് പത്മഭൂഷൺ ലഭിച്ചതും നായർ സർവീസ് സൊസൈറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയില്ല. ഏതാണ്? എന്റെ ജീവിത സ്മരണകള് 1957 കേട്ടോ. then ഭാരത കേസരി 1959. നായർ സൊസൈറ്റി 1914 അല്ലേ? ആണ്. പത്മഭൂഷൺ എപ്പോഴാണ്? 1966. തപാൽ സ്റ്റാമ്പില് 1986 അല്ല 1989. നോക്കിയേ, ഇനി ഓർഡർ ചെയ്തേ. ഇപ്പൊ ഞാൻ ആൻസർ പറഞ്ഞെന്നില്ലേ, ഇത് അങ്ങോട്ട് ഓർഡർ ചെയ്യാൻ. ഈ 5 വർഷം PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട്. ഇപ്പൊ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ അങ്ങനെ പട ആൻസർ കിട്ടി. ഈ ഇയർ ഒന്ന് നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 57, 59, 14, 66? ഓക്കെ എയും ഡിയും സെയിം ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എയും ഡിയും സെയിം ആണ്. അപ്പൊ എ എഴുതിയാലും ആൻസർ കിട്ടും, ഡി എഴുതിയാലും ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ചുവടെ തന്നിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പിന്റെ നാടകമല്ലാത്തത്. ശ്രീ ബുദ്ധൻ എന്ന് പറയുന്നു, നാടകമല്ല എന്ന് പറയുന്നു. ഓക്കെ നാടകം ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, നാടകം ഏതാണ് എന്നാണ് ചോദ്യം. ഏത്? ഓക്കെ ബാലകലേശം അല്ലെ. ഏതാണ്? ബാലകലേശമാണ്. ക്ലിയർ ആണോ? കറുപ്പ് രചിച്ച കൃതിയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. then ഏതൊക്കെയാണ് നാടകങ്ങള്? ലങ്കാമർദ്ദനം ഉണ്ട്, then പഞ്ചവടി ഉണ്ട്, എഡ്വാർഡിന്റെ ധ്രുവചരിതം അല്ലെ. അതൊക്കെ നാടകമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. then പ്രത്യക്ഷ രക്ഷാ സഭയിൽ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ്? അവശത അനുഭവിക്കുന്ന ദളിതരുടെയും മോചനത്തിനായി യോഹന്നാൻ 1909 സ്ഥാപിച്ച സംഘടന എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണ്. then ആസ്ഥാനം എവിടെയാണ്? ഇരവിപേരൂർ. then PRDSന്റെ മുഖപത്രം ആധിയാൽ ദീപമാണെന്ന് കൂടി പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. then പ്രത്യക്ഷ ദേവസഭ സ്ഥാപിച്ച ശേഷം യോഹന്നാൻ പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ക്ലിയർ ആണോ? എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? എവിടെയാ ജനിച്ചത്? തിരുവല്ല അല്ലെ. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇരവിപേരൂർ എന്ന സ്ഥലത്താണ് എന്ത് ജനിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അത് ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ നമ്മൾ മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ തുടങ്ങിയതും പൊയ്കേരി യോഹന്നാനാണ്. അതൊക്കെ ചോദിച്ച കാര്യം തന്നെയാണ് കേട്ടോ. ദെൻ പൊയ്കേരി യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? രത്നമണികൾ ട്ടോ. രത്നമണികളാണ്, ഓപ്ഷൻ ബി ആണ്. അതുപോലെ പൊയ്കേരി യോഹന്നാന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ചോദിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് വർഷമാണ് മക്കളെ? 1921 1931 ട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതികളിൽ തെറ്റായ ജോഡി ഏത്? പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം എന്ന് പറയുന്നു. അത് വളരെ ശരിയാണ്. പണ്ഡിറ്റ് കറുപ്പമായ ആദ്യത്തെ കവിതാ സ്തോത്രമാണ് മന്ദാരം എന്ന് പറയുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിന്റെ അവബോധം സൃഷ്ടിക്കുന്ന വേണ്ടി കറുപ്പൻ രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന് എന്ന് പറയുന്നു. തെറ്റാണ്. എന്താണ്? ആചാരഭൂഷണമാണ്. ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം തൊന്ന് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ? അതുപോലെ ഈ പണ്ഡിറ്റ് കറുപ്പന്റെ സാഹിത്യ രചന വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട കവിതയാണ് ഏത്? ഈ ഉദ്യാന വിരുന്ന് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് ശരി? എയും ബിയും തെറ്റാണ് ചോദിച്ചത്. തെറ്റ് സി മാത്രമാണ്. ശരിയാണെങ്കിൽ എയും ബിയും ഡിയുമാണ്. പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ചേരുംപടി ചേർക്കുക. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതം പോരാട്ടം ആരുടെയാണ്? കമന്റ് ചെയ്തേ, ആരുടെയാ മക്കളെ? ഗോപിനാഥ് പനങ്ങാടാണ്. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ എന്ന കൃതി ആരുടെയാണ്? വിദ്യാനന്ദനാണ്. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയും സമൂഹ രംഗത്തും തങ്കപ്പൻ പുയൻ. ക്ലിയർ ആണോ? ഇതാ വരിക, ഓപ്ഷൻ സി ആണ് ട്ടോ. ഈ ചോദ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂടി മനസ്സിലാക്കി വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ദെൻ രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായ കല്യാണകുട്ടി അമ്മയുടെ ആത്മകഥ ഏതാണ്? ഓപ്ഷൻ ബി വ്യാഴവട്ട സ്മരണകളാണ്. ദെൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഗൃഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഔദ്യോഗികമായി ഏറ്റെടുത്ത വർഷം ഏതാണ്? 2014 ഡിസംബർ 29 ട്ടോ. 2014 ഡിസംബർ 29. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ടഫായോ? ശരി, ഞാൻ ഇനി ഇന്ന് സന്തോഷമുണ്ട് എന്ന് പറയുന്നു. ആൻസർ അറിയില്ല ചിലത്. ആൻസർ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അറിയുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നത്? ഇത്രയും ടൈറ്റ് ഒന്നും പരീക്ഷയ്ക്കിടില്ല. ഞാൻ എപ്പോഴും ഇടുന്നത് കാര്യം എങ്ങനെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം. ആ ക്വസ്റ്റ്യന് എന്താണ് വന്നിരിക്കുന്നത് അത് തൂക്കി സ്റ്റേറ്റ്മെന്റിലും ഓപ്ഷനിലേ ഇടുള്ളൂ ട്ടോ. പറയും, ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കേരി യോഹന്നാൻ എവിടെ നിന്ന് എവിടെ വരെയാണ് യുദ്ധവിരുന്ന് നടത്തിയത്? ചോദിച്ച ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനാ യാത്രയാണ്, നമുക്കറിയാം അല്ലെ? ഞാൻ അതുകൊണ്ട് തെറ്റും കൂടെ ശരിയാ, യാചനാ യാത്രയാണ്. ഓക്കെ. ദെൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണ്? സവർണ ജാതി. എന്തൊക്കെ ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? അത് മാത്രം പറ. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടം വരെ എവിടെയാണ്? ഏതാണ്? രാജധാനി മാർച്ച് അക്കമാച്ചെറി അല്ലേ? അപ്പൊ നിങ്ങൾ പറ, ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ? പറ. മാരൻകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് എന്ന് വളരെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഈ 3 ഓപ്ഷൻ നിങ്ങൾ ചോദിക്കാത്തതാണോ തോന്നുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ ഓരോ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഞാൻ തരുന്നത് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആയോ? ചുവടെ തന്നിരിക്കുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള PSCക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അവിടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ച്, അയാളെ കുറിച്ച് അറിയാൻ PSCക്ക് പോകാൻ പറ്റുമോ? കേരളം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് എന്ന് പറയുന്നു. തെറ്റായ പ്രസ്താവനയാണ്. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾ അത് ശരിയല്ലേ? കേരള എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. ദെൻ 1905 കൊല്ലത്ത് നിന്നും ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീക എഡിറ്ററായി ചുമതലയേറ്റു. ശരിയാണോ തെറ്റാണ്? എന്താണ്? 1903 ക്ലിയർ ആണോ? ദെൻ നെയ്യാറ്റിൻകരയിൽ നിന്നും 1910 അല്ലെ?
10-ലാണോ? അതെ, 10-ൽ ശ്രീമൂലം പ്രജാസഭയിൽ സ്വദേശി രാമേശ്വര പിള്ളയെ തിരഞ്ഞെടുത്തത്. ശരിയാണോ? ശരി. ശാരദ എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. ശരിയാണോ? ശരി. അപ്പൊ ഏത് മാത്രമാണ് തെറ്റ്? ബി മാത്രമാണ് തെറ്റ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതുപോലെ രാമകൃഷ്ണ പിള്ള സ്വദേശി പത്രത്തിന് എഡിറ്ററായ വർഷം 1906-ലാണ് കേട്ടോ. അതും ഒന്ന് നോക്കി വെക്കുക. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സാഹിത്യത്തിലൂടെ ആരാണ്? വേറാരുമല്ല. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ക്ലിയർ ആണോ? കേരള ലിങ്കൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. ചുവടത്തെ പണ്ഡിറ്റ് കറുപ്പനുമായി കുറിച്ച് തെറ്റായ പ്രസ്താവന. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ വിദ്വാൻ പദവി നൽകിയത് കൊച്ചി രാജാവാണെന്ന് പറയുന്നു. ശരിയാണോ? പണ്ഡിറ്റ് കറുപ്പന് കവിതയിലെ പട്ടം, സാഹിത്യ നിപുണൻ എന്ന പദവികൾ നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എന്ന് പറയുന്നു. ശരിയാണോ? പറഞ്ഞേ. കൊച്ചി രാജ്യത്തിന്റെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി 1900. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ വരിക? ഒന്നാമത്തെ ആൻസർ ക്ലിയർ ആണ്. രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെയും എന്താണ്? തെറ്റാണ് അല്ലെ? നാലാമത്തെ കൊച്ചി രാജ്യത്തിന്റെ നാട്ടുഭാഷാ സൂപ്രണ്ട് 1931 ലഭിച്ചു എന്ന് പറയുന്നു. അത് ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് തെറ്റ്? ഏതൊക്കെയാണ് തെറ്റ്? 2ഉം 3ഉം മാത്രമാണ് തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. പുലയ സമുദായത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി KP വള്ളോനുമായി ചേർന്ന് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊച്ചി പുലയ മഹാസഭ. എന്താണ്? കൊച്ചി പുലയ മഹാസഭ. ക്ലിയർ ആണോ? 1913 അല്ലെ? ഹിന്ദു പുലയ മഹാസഭ ഏതാണ്? കുറുമ്പൻ ദൈവത്താനാണ്. പുലയ മഹാസഭയാണെങ്കിൽ അയ്യങ്കാളിയാണ്. കൊച്ചി പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുന്നു. ക്ലിയർ ആണ്. ഏത് വർഷമാണ്? 1913 ഫെബ്രുവരി 14-ലാണ് കേട്ടോ. ദെൻ താഴ്ന്ന ജാതിക്കാർക്കുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് പുലിയ സമുദായം ഒരു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ക്ലിയർ ആണോ? ദെൻ ഭരണാധികാരികളുടെ എതിർപ്പിനെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വം ചെറിയ ചടങ്ങുകൾ കൂട്ടിക്കെട്ടി വലിയൊരു വള്ളം നിർമ്മിക്കുകയും കായൽ സമ്മേളനം നടത്തുകയും ചെയ്തു. ശരിയാണോ? ശരിയാണ്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. ഈ ഒരു ഫാക്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളും അടിസ്ഥാനത്തിൽ ചേരുംപടി ചേർക്കുക. ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. ഏതൊക്കെയാ വരിക? കല്യാണദായിനി സഭ ഏതാ വരിക? ഒന്നാമത്തെ ഏതാ വരിക? കല്യാണദായിനി സഭ എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ് കേട്ടോ. രണ്ടാമത്തെ സന്മാർഗ പ്രദീപ സഭ എവിടെയാണ്? കുമ്പളമാണ്. ജ്ഞാനോദയ സഭയാ ഇടക്കൊച്ചിയാണ്. ബാല സമുദായ പരിഷ്കരണ സഭ തേവരയാണ്. ക്ലിയർ ആയോ? ഓപ്ഷൻ ബി വരും കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ.